നമസ്കാരം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി തീരാൻ 2018 സൗദിയിൽ ഒരു വലിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് കോവിഡ് മഹാമാരി വന്നതും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന കോൺട്രാക്ടർമാർ അഴിമതി കേസിൽ ജയിലിലായതും കാരണം കഴിഞ്ഞ 7 വർഷമായി ഇതിൻ്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 കൂടി പൂർത്തിയാകും എന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ ദുബായ് ലാൻഡ്മാർക്കാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി കണക്കാക്കപ്പെടുന്നത്. അതിനേക്കാൾ ഉയരത്തിലാണ് ഈ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സൽമാൻ രാജകുമാരൻ്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം കൂടി ഇപ്പോൾ അവിടെ പുനരാരംഭിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയുടെ പ്രധാന വരുമാന മാർഗ്ഗം എണ്ണ വ്യവസായമാണ് എങ്കിലും ഇപ്പോൾ മറ്റ് മാർഗ്ഗങ്ങളിലേക്കും കൂടി അത് വിപുലീകരിക്കാൻ സൽമാൻ രാജകുമാരൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് പ്രധാനമായും ടൂറിസം മേഖലയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ മുടങ്ങിക്കിടന്ന കെട്ടിട നിർമ്മാണമൊക്കെ തന്നെ ഉടൻ പുനരാരംഭിക്കാൻ അവിടുത്തെ സർക്കാർ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. ദുബായ് ലാൻഡ്മാർക്കിനേക്കാൾ 180 മീറ്റർ ഉയരക്കൂടുതലാണ് ജിദ്ദയിലെ ഈ പുതിയ കെട്ടിടത്തിന്. സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ ജിദ്ദയിലാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി സൗദി അറേബ്യ ടൂറിസം ഭൂപടത്തിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം പിടിക്കും എന്നാണ് സർക്കാർ കരുതുന്നത്. ഇപ്പോൾ തന്നെ നിരവധി വ്യോമയാന കമ്പനികൾ സൗദി അറേബ്യയിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. നേരത്തെ ദുബായ് മാത്രമാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യമായിരുന്നത് എങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയിലേക്കും പലരും എത്തുന്നുണ്ട്. അവിടുത്തെ ചില പുരാതന സ്ഥലങ്ങൾ, നിർമ്മിതികൾ സന്ദർശിക്കാൻ നിരവധി പേർ വരുന്നുണ്ട്. ഇത് കൂടാതെ ഇനി ലോകത്തെ ഏറ്റവും ഉയരം കൂടി കെട്ടിടം കൂടി ജിദ്ദയിലെത്തുന്നതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അഡ്രിയാൻ സ്മിത്ത്, ഗോർഡൻ ഗിൽ എന്നിങ്ങനെ ബുർജ് ഖലീഫ രൂപകൽപ്പന ചെയ്ത അതേ സ്ഥാപനമാണ് ഇതേ കെട്ടിടത്തിനും രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. 167 നിലകളാണ് ഈ കെട്ടിടത്തിനുള്ളത്. ഇതിൻ്റെ 150 നില കഴിഞ്ഞാലുള്ള ഓരോ ഭാഗത്തും ചുറ്റുമുള്ള സ്ഥലങ്ങൾ വീക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഈ കെട്ടിടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ നിരവധി എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട്, അതായത് സെക്കൻഡുകൾ കൊണ്ട് ഓരോ നിലയിലും എത്താനുള്ള സംവിധാനമാണ് ഈ പുതിയ ലിഫ്റ്റ് സംവിധാനത്തിലൂടെയും ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിനുള്ളിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, ആഡംബര ഫ്ലാറ്റുകൾ, അതുപോലെ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളാണ് ഇപ്പോഴേ പലരും ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി കണക്കിലെടുത്ത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനും ഇവിടെ ഉല്ലസിക്കാനുമൊക്കെയുള്ള നിരവധി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറും സൗദി അറേബ്യ എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ച് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. $200 ബില്യൺ ചെലവിട്ടാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. 7 വർഷം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം മുടങ്ങിക്കിടന്നുവെങ്കിലും ഇനി അങ്ങോട്ട് ദ്രുതഗതിയിൽ തന്നെയായിരിക്കും കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക എന്നാണ് ഇതിൻ്റെ ഉടമകൾ അറിയിച്ചിട്ടുള്ളത്. ബുർജ് ഖലീഫ ദുബായിലെ ലാൻഡ്മാർക്ക് ഇപ്പോൾ ജിദ്ദയിലെ ഈ ടവർ കൂടി പൂർത്തിയാകുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾ ഇക്കാര്യത്തിലും മുന്നിലെത്തും. കാരണം ലോകത്തെ ഏറ്റവും വലിയ നിർമ്മിതികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് അമേരിക്കയിലാണ് എന്നുള്ള വസ്തുത നമുക്ക് മറച്ചുവെക്കാൻ കഴിയുകയില്ല. എങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള പടുകൂറ്റൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വലിയ സ്ഥാപനങ്ങളും എല്ലാം തന്നെ വരുന്നത് എണ്ണ വിൽപ്പനയിലൂടെ അവർ നേടിയെടുത്ത കോടികൾ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് മാത്രമല്ല ഇപ്പോൾ ടൂറിസം വികസനവും കൂടി ലക്ഷ്യമിട്ടാണ് ഗൾഫിലെ ഭരണാധികാരികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ജിദ്ദയിലെ ഈ ടവർ ഉയരുന്നതോടെ സൗദി അറേബ്യയും ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകും എന്ന് തന്നെയാണ് സൽമാൻ രാജകുമാരനും അദ്ദേഹത്തിനൊപ്പമുള്ളവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് കാണാൻ വേണ്ടി എത്രയോ പേരായിരിക്കാം ഒരുപക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒഴുകിയെത്തുക എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ബുർജ് ഖലീഫ ദുബായിൽ തുടങ്ങിയപ്പോൾ അതിലേക്ക് നിരവധി രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാൻ പോലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് തയ്യാറായി അന്ന് മുന്നോട്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ജിദ്ദയിലെ ഈ ടവർ നിർമ്മാണം പൂർത്തിയാകുമ്പോഴും സ്വദേശികളും വിദേശികളുമായ നിരവധി പേർക്ക് ഇവിടെ കെട്ടിടങ്ങൾ സ്വന്തമാക്കാനും അല്ലെങ്കിൽ അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുമൊക്കെ കഴിയും എന്നാണ് കരുതപ്പെടുന്നത്.